Given a GP first time 729, seventh time 64, determine first 7 time. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. S എന്ന് പറഞ്ഞാൽ sum of first 7 time. A 729 തന്നിട്ടുണ്ട്, 7th time 64 തന്നിട്ടുണ്ട്. നമുക്കറിയാം nth time എന്ന് പറഞ്ഞാൽ A times R raised to n minus 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 7th time എന്ന് പറയുന്നത് A times R raised to 6 ആണ്. A എന്ന് പറയുന്നത് 729 ആണ്, R raised to 6 എന്ന് വരും. അപ്പോൾ അത് A7 64 എന്നിട്ട് കൊടുക്കുക, 64 729 R raised to 6 എന്ന് വരും. സോ R raised to 6 വരും എത്ര വരും? 64/729 എന്ന് വരും. അതിന് കറസ്പോണ്ടിങ് എനിക്ക് 2/3 ഹോൾ റേസ് ടു എത്ര എന്ന് എഴുതാം? 6 എന്ന് എഴുതാം. കാരണം എന്തുകൊണ്ടാണ്? 2 റേസ് ടു 6 എന്ന് പറയുന്നത് എത്രയാണ്? 64 ആണ്. ടു റേസ് ടു 6 64, 3 റേസ് ടു 6 729. കോമൺ റേഷ്യോ 2/3 ഇത് കിട്ടും. ഓക്കെ, അടുത്തത് സം ഓഫ് n ടൈം ഓഫ് എ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് A ടൈം 1 മൈനസ് ആർ റേഷ്യോ n ബൈ 1 മൈനസ് ആർ ആണ്. എയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, 1 മൈനസ് ആറിൻ്റെ വാല്യൂ 2/3 ഇട്ട് കൊടുത്തു. n ഇവിടെ 7 ടൈം ഉണ്ട്, റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/3 നമ്മൾ എന്ത് ഇട്ട് കൊടുത്തു? S7 ഇട്ട് കൊടുത്തു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്റർ എത്രയായിട്ട് വരും? ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 മൈനസ് 2/3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/1 വരും. അത് 3/3 വരും. 3/3 മൈനസ് 2/3 എത്ര കിട്ടും? ഡിനോമിനേറ്റർ 1/3 ആയിട്ട് വരും. 729. 1ന് പകരം എത്ര കിട്ടും? 3/7/3/7 എഴുതാം, മൈനസ് 2/7/3/7 എഴുതാം. ഓക്കെ, സോ 3/7 മൈനസ് 2/7/3/7 എഴുതാം. 3/7 3/7 കൂടെ ക്യാൻസൽ ആയി പോവും. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 2059. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടും. Find the sum of the product of the corresponding terms of the sequence 248, 1632, 128, 32, 812. Find the sum of product of the corresponding terms of the sequence എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ നമ്മൾ എതിടുക സീക്വൻസ് അതെവിടെ എഴുതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? 2നെയും 128നെയും മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത രണ്ടാമത് ചെയ്യുന്നത് 4നെയും 32 മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത മൂന്നാമത്തേത് 8നെയും ആണ് ഇവിടെ ഗ്രീന്. അടുത്തത് 16നെയും 2നെയും, അതാണ് യെല്ലോ. ലാസ്റ്റ് ബ്ലാക്ക് 32ഉം 1/2. ഓക്കെ, അങ്ങനെ നമുക്കൊരു ടൈം കിട്ടി. ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്? സമ്മ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു എല്ലാ ടൈമിൻ്റെ ഏത് കോമൺ ആയിട്ട് വെളിയിലെടുക്കാം? 64 വെളിയിലെടുക്കാം. കാരണം 64 വെളിയിലെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 64 ടൈംസ് 4 2 ടൈംസ് 128 വരും. ഓക്കെ, 4 ടൈം 32ന് വരും, 2 ടൈംസ് 64 എന്ന് എഴുതാം. 88 ടൈംസ് 64 എന്ന് പറഞ്ഞാൽ 1 വരും. 16 ടൈംസ് 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/2 വരിക. കാരണം 16 ടൈം 32 ആണ്. 1/2നെ 64 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 32 തന്നെ കിട്ടും. പിന്നെ 32 ടൈംസ് 1/2 എന്ന് പറയുന്നത് 64 ടൈംസ് 1/4 എന്ന് വരും. അങ്ങനെ നമ്മൾ അതിനൊരു ജോമെട്രിക് സീരീസ് ആയിട്ട് എഴുതി. ഒന്നെങ്കിൽ ഇത് ഇൻഡിവിജ്വലി ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതൊരു വൺ ഓപ്ഷൻ. എത്രയാണ്? 2 ടൈംസ് 128 256 എന്ന് പറഞ്ഞുള്ളത് എന്ത് ചെയ്യുക? ഇൻഡിവിജ്വലി എന്ത് ചെയ്യുക? ആഡ് ചെയ്തെടുക്കുക. അതൊരു ഓപ്ഷൻ. ഓക്കെ, അതായത് ഇത് 256 ആണ്, 128 ആണ്, 64 ആണ്, 32 ആണ്, 16 ആണ്. പക്ഷെ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളതാണ്. നമുക്ക് ഇൻഡിവിജ്വൽ സം എടുക്കാൻ പറ്റുകയില്ല, മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇതിപ്പം ഷോർട്ട് സീക്വൻസ് ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ ടൈമിന്റെ സം എടുക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക? കോമൺ ടൈമിനെ എന്ത് ചെയ്യുക? വെളിയിലെടുക്കുക. 64നെ വെളിയിലെടുത്തു. ഓക്കെ, ഇങ്ങനെ എഴുതുക. ഫൈൻഡ് ദ സം ഓഫ് കറസ്പോണ്ടിങ്
ടേംസ് ഓഫ് സീക്വൻസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടൈം. രണ്ട് സീരീസ് തന്നിട്ടുണ്ട്, 2, 4, 8, 16, 32 ഒരു സീരീസ് ആണ്. 128, 32, 8, 2, 1/2 വേറൊരു സീരീസ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ടൈമിന്റെ പ്രോഡക്റ്റിന്റെ സം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സീരീസിന് ഒന്നാമത്തെ ടൈമാണ് 128, രണ്ടാമത്തെ സീരീസിന് ഒന്നാമത്തെ ടൈമാണ്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 times 128. അടുത്തത് 4 ആദ്യത്തെ സീരീസിന് ഒന്നാമത്തെ ടൈമാണ്, 32 രണ്ടാമത്തെ സീരീസിന്റെ രണ്ടാമത്തെ ടൈമാണ്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 4 times 32. സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സീരീസ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു സീരീസ് കിട്ടുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇത് എന്ത് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യുന്നതാണ്. ഈ ഒരൊറ്റ സീരീസിനെ എങ്ങനെയാണ് കറസ്പോണ്ടിങ് സീരീസ് കിട്ടിയിരിക്കുന്നുള്ളതാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻ. അതായത് ആദ്യത്തെ സീരീസിന്റെ ആദ്യത്തെ ടൈം രണ്ടാമത്തെ സീരീസിന്റെ ആദ്യത്തെ ടൈം തമ്മിൽ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യത്തെ സീരീസിന്റെ രണ്ടാമത്തെ ടൈം ബ്ലൂ, രണ്ടാമത്തെ സീരീസിന്റെ രണ്ടാമത്തെ ടൈം ബ്ലൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് എന്ത് എഴുതി, ടേംസ് എഴുതി. ഓക്കെ, നൗ ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ 2 times 128ഉം 64 times 4ഉം സെയിം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സം എടുക്കുക. 2 times 128 256 വരും, 4 times 32 128 വരും, 8 times 8 64 വരും, 16 times 2 32 വരും, 32 times 1/2 16 വരും. ഇതങ്ങ് എന്ത് ചെയ്യുക, ആഡ് ചെയ്തെടുക്കുക, 496 വരും. ഇത് കുഴപ്പമില്ല, ഈസി ആയിട്ട് ചെയ്യാം. കാരണം അതുകൊണ്ടാണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു 100 ടൈം ഉണ്ട്. ഇൻഡിവിജ്വലി സം ആഡ് ചെയ്യുക എന്നുള്ളത് എന്തല്ല, നടക്കുന്ന കാര്യമില്ല. അതായത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പോലും വളരെ എന്താണ്, ലെങ്തിയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ 2 ടൈം 2 times 128 എന്ന് പറഞ്ഞാൽ 256 കിട്ടണം. ഞാനൊരു 64 വെളിയിലെടുത്തു, കോമൺ ആയിട്ട് എല്ലാത്തിനും. ആദ്യത്തെ 64 വെളിയിലെടുത്ത് ഇവിടെ 2 മിച്ചം വരും, 2 times 2 4 വരും. രണ്ടാമത്തെ ഒരു 64 വെളിയിലെടുത്താൽ ഒരു 2 മാത്രമേ മിച്ചം വരുള്ളൂ. കാരണം 64 times 2ഉം 4 times 32 സെയിം ആണ്. കാരണം ഈ ഒരു 256ന് പകരം 64 times 4 എന്ന് എഴുതാം, 128ന് പകരം 64 times 2 എന്ന് എഴുതാം, 64ന് പകരം 64 times 1 എന്ന് എഴുതാം, 32ന് പകരം 64 times 1/2 എന്ന് എഴുതാം, 16ന് പകരം 64 times 1/4 എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് ഇനി ഞാൻ 64ന് വെളിയിൽ വിട്ടു. ഈ 4 2 1 1/2 1/2 സ്ക്വയർ ഒരു ജിയോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടൈം 4, കോമൺ റേഷ്യോ 1/2, സം ഓഫ് എൻ്റെ മേ ടൈം 1 - r റേഷ്യോ n/1 - r എന്നാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ടൈം 4 1 - 1/2 റേസ് ടു 5 ബൈ 1 - 1/2. 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 വരും. 1/2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 1/32 എന്ന് വരും. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, ഈ ഒരു സ്റ്റെപ്പിനെ സിംപ്ലിഫൈ ചെയ്താൽ 4 times 32/32 മൈനസ് 1/32 ഡിവൈഡഡ് ബൈ 1/2 എന്ന് വരും. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 4 times 31/32 1/2 റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 31/4 എന്ന് കിട്ടും. 64നെ 31/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 496 എന്നുള്ളൊരു ആൻസർ കിട്ടും. If A, B, C and D are in GP, show that A square plus B square plus C square times B square plus C square plus D square is equal to AB plus BC plus CD whole square. അപ്പം ABCD GP തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഓക്കെ, കാരണം എയും ബിയും സിയും GPയിലാണ്. ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, ഒന്ന് BC ഈസ് ഈക്വൽ ടു AD. BC ഈസ് ഈക്വൽ ടു AD. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, കാരണം നമുക്കറിയാം B/A, ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് എഴുതാം B/A കോമൺ റേഷ്യോ ആയിരിക്കും ഈക്വൽ ടു D/C. അതിനെ റീഅറേഞ്ച് ചെയ്താൽ BC ഈക്വൽ ടു എന്തെന്ന് എഴുതാം, AD എന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്, B സ്ക്വയർ AC. ആ ഒരു എക്സ്പ്രഷൻ വന്നിരിക്കുന്നത് B/A ഈക്വൽ ടു C/B.
സിംപ്ലിഫൈ ചെയ്താൽ ബി സ്ക്വയർ ഈക്വൽ ടു എ സി. മൂന്നാമത്തെ എക്സ്പ്രഷൻ വന്നിരിക്കുന്നത് ബിയും സിയും ഡിയും കൺസിഡർ ചെയ്യുക. സി ബൈ ബി ഈക്വൽ ടു ഡി ബൈ സി. സോ സി സ്ക്വയർ ഈക്വൽ ടു ബി ഡി. ഇതാണ് നമുക്ക് കിട്ടുന്ന 3 എക്സ്പ്രഷൻ. സോ ബി സ്ക്വയർ എ സി, സി സ്ക്വയർ ബി ഡി, ബി സി ഈക്വൽ ടു എ ഡി. ഇതെല്ലാം ഒരു 3 ടൈംസ് ജോമെട്രിക് പ്രോഗ്രഷനിലാണെങ്കിൽ കോമൺ റേഷ്യോയുടെ ഉള്ളതിനെ എന്ത് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ കാണുന്ന എല്ലാ എക്സ്പ്രഷൻസ്. കാരണം ഇത് എന്താണ്, കോമൺ റേഷ്യോ ആണ്. ഇതും കോമൺ റേഷ്യോ ആണ്. ഇതും എന്താണ്, കോമൺ റേഷ്യോ ആണ്. ഓക്കെ. എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യണം. എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി, എ ബി പ്ലസ് എന്തായിരിക്കും, ബി സിക്ക് ഒരു ഇനി നമ്മൾ എന്തെന്ന് എഴുതും, എ ഡി എന്ന് എഴുതും. ശ്രദ്ധിക്കുക, ബി സിക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതി, എ ഡി എന്ന് എഴുതി. ഇവിടെ ബി സിക്ക് വരെ നമ്മൾ എന്തെന്ന് എഴുതി, ബി സി എന്നുള്ളതിന് വരെ നമ്മൾ എന്തെന്ന് എഴുതി, ശ്രദ്ധിക്കുക, എ ഡി എന്ന് എഴുതി. അതായത് ഗ്രീനിന് പകരം നമ്മൾ യെല്ലോ, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രീനിന് പകരം യെല്ലോ. ഓക്കെ. അങ്ങനെ ആവുമ്പോൾ എ ബി വരും. കാരണം നമുക്കിവിടെ എ ബി ബി സി സി ഡി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി ഹോൾ സ്ക്വയർ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡാണ് എടുത്തത്. ഡി ടൈംസ് എ പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് വരും. അത് നമ്മൾ 2 ടേമായിട്ട് ഇനി എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതായത് 2 ടേമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ഒരു ടേം, ഇതായിരിക്കും രണ്ടാമത്തെ ടേം. അപ്പം നമ്മൾ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ, പി സ്ക്വയർ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ, പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ നമ്മൾ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് ആദ്യത്തെ ടേമിന്റെ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഇവിടെ പി ആയിട്ട് വരുന്നത് ഏതാണ്, q is equal to d times a plus c. q equal to d times a plus c. അതുകൊണ്ടാണ് ആദ്യത്തെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് പി പ്ലസ് ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൂന്നാമത്തെ ടൈം കിട്ടും. ഓക്കെ. അപ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ ഇനി 2abd ടൈംസ് എ പ്ലസ് സി ഉള്ളിലോട്ട് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഡി സ്ക്വയർ പ്ലസ് എ പ്ലസ് സി ഹോൾ സ്ക്വയർ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഈ എ പ്ലസ് സി ഹോൾ സ്ക്വയർ ഞാൻ എക്സ്പാൻഡ് ചെയ്താണ് എ സ്ക്വയർ പ്ലസ് 2ac പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അതായത് ഈ യെല്ലോ അണ്ടർലൈൻ ഇട്ടിരിക്കുന്ന സ്റ്റെപ്പാണ് ഈ യെല്ലോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ്. നോക്കിക്കോളൂ, പി സ്ക്വയർ ഓരോ ടൈം നോക്കുക, പി സ്ക്വയർ 2pq 2pq ക്യൂ സ്ക്വയർ അതിനുള്ളിൽ രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ഈ ബ്ലൂ സ്റ്റെപ്പാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് എ സ്ക്വയർ ബി സ്ക്വയർ വരും, 2a സ്ക്വയർ സി സ്ക്വയർ വരും. ഓക്കെ. നന്നായിട്ട് എന്ത് ചെയ്യാണ്, ഫുള്ളി ഇതങ്ങ് എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. ഡി സ്ക്വയർ എ സ്ക്വയർ വരും. ഓക്കെ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ബി ഡിക്ക് പകരം നമ്മൾ എന്തെന്നിട്ട് കൊടുക്കുന്നു, അതായത് ഈ സെക്കൻഡ് ലെയർ വന്നതിന് ശേഷം ബി ഡിക്ക് ശേഷം നമ്മൾ എന്തെന്നിട്ട് കൊടുക്കുന്നു, സി സ്ക്വയർ എന്നിട്ട് കൊടുക്കുന്നു. നോക്കുക. ഓക്കെ. നമ്മൾ റൈറ്റ് സൈഡ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി ആണ് എടുത്തത്. എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി. ബി സിക്ക് പകരം ഞാൻ കൊണ്ട് എത്ര എന്നിട്ട് കൊടുത്തു, എ ഡി എന്നിട്ട് കൊടുത്തു. അത് ഇവിടെ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ബി സിക്ക് വരെ ഞാൻ എന്നിട്ട് കൊടുത്തു, എ ഡി എന്നിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടേമിൽ നിന്ന് എ ഡിന്നും സി ഡിന്നും ഡി വെളിയിലെടുത്തു. അപ്പോൾ അത് എ ബി പ്ലസ് ഡി ടൈംസ് എ പ്ലസ് പി ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി 2 ടൈം ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഒന്നാമത്തെ ടൈം എ ബി, രണ്ടാമത്തെ ടൈം ഡി ടൈം എ പ്ലസ് സി. അതായത് ഇതിൽ 3 ടൈം ഇല്ല, നമ്മൾ 2 ടൈം നമ്മൾ ബ്രാക്കറ്റ് വെച്ച് എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യാണ്.
അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടൈം സ്ക്വയർ പ്ലസ് 2 ടൈംസ് ആദ്യത്തെ ടൈം പ്ലസ് ആദ്യത്തെ ടൈം ടൈംസ് രണ്ടാമത്തെ ടൈം പ്ലസ് രണ്ടാമത്തെ ടൈം ഹോൾ സ്ക്വയർ. ഇനി എ പ്ലസ് സി ഹോൾ സ്ക്വയർ ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ് ഈ ബ്ലൂ എ പ്ലസ് സി ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് 2ac പ്ലസ് സി സ്ക്വയർ. ബാക്കി ഈ 2abd ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. 2abd ടൈംസ് എ 2a സ്ക്വയർ bd വരും. 2abd ടൈംസ് സി 2abdc എന്ന് വരും. അതാണ് ഗ്രീൻ സ്റ്റെപ്പ്. ഈ ഒരു ഗ്രീൻ ആരോ ഇവിടെ അത്രയും വരുന്ന സ്റ്റെപ്പ്. ഇനി നോക്കുക, ബിഡിക്ക് വരെ ഞാൻ എന്ത് ഇട്ട് കൊടുത്തു? സി സ്ക്വയർ ബി ഡി. ശ്രദ്ധിക്കുക, എന്താണ് ഈ ബി ഡി എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണ്. അപ്പൊ ഈ ബി ഡിക്ക് വരെ ഞാൻ ഇവിടെ എന്ത് ഇട്ട് കൊടുത്തു? സി സ്ക്വയർ ഇട്ട് കൊടുത്തു. അതാണ് ഇവിടെ കാണുന്നത്. സി സ്ക്വയർ ബി ഡി സി ഡി ബി സ്ക്വയർ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ബി ഡിക്ക് വരെ ഞാൻ എന്ത് ഇട്ട് കൊടുത്തു? സി സ്ക്വയർ ഇട്ട് കൊടുത്തു. അടുത്തത് ഇവിടെ ഒരു എ ഡി ഉണ്ട്. ഓക്കെ, എ ഡിക്ക് വരെ എത്രയാണ്? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? ഓക്കെ, നെക്സ്റ്റ് വൺ, ഈ എ ബി സി ഡിയിലെ ബി സി റീറ്റെയിൻ ചെയ്തു, എ ഡി വരുന്നു. ബി സിക്ക് ഒരു എ ഡി ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ എ ഡി എന്നുള്ള കട്ടായി പോകും. ഈ എയും ഈ ഡിയും കട്ടായി പോകും. പിന്നെ ഏത് വരും? പകരം ബി സി. അതുകൊണ്ടാണ് 2bc സ്ക്വയർ വന്നിരിക്കുന്നത്. ഡി സ്ക്വയർ എ സ്ക്വയർ അതേപോലെ റിട്ടേൺ ആയിട്ട് വരും. ഓക്കെ, അടുത്തത് എ സിക്ക് വരും. ഈ എ സിക്ക് വരെ ഞാൻ എത്ര ഇട്ട് കൊടുത്തു? ബി സ്ക്വയർ ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഇത് 2d സ്ക്വയർ ബി സ്ക്വയർ ആയിരിക്കുന്നത്. പിന്നെ ഡി സ്ക്വയർ സി സ്ക്വയർ എന്ന് വന്നു. അത്രയാണ് 3 സ്റ്റെപ്പാണ് കൺവേർഷൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്തു? ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഈ ഒരു പ്രീവിയസ് സ്റ്റെപ്പിലാണ് നമ്മൾ യൂസിങ് 1 and 2 വരെയാണ് നമ്മൾ എത്തിയിരുന്നത്. യൂസിങ് 1 and 2 അത്ര നമ്മൾ എന്ത് ചെയ്താണ്? എക്സ്പാൻഡ് ചെയ്യണം. എ സ്ക്വയർ ബി സ്ക്വയർ അതെവിടെ വന്നു? എ സ്ക്വയർ സി സ്ക്വയർ എ സ്ക്വയർ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ബി സ്ക്വയർ സി സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. ഡി സ്ക്വയർ എ സ്ക്വയർ ഡി സ്ക്വയർ എ സ്ക്വയർ. അടുത്ത 2d സ്ക്വയർ ബി സ്ക്വയറിന് വരും. ഡി സ്ക്വയർ ബി സ്ക്വയർ ഡി സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ബാക്കിയെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഈ കാണുന്ന ഒരു എക്സ്പാൻഷൻ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വെച്ച് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം? ഓക്കെ, ഈ കാണുന്ന ഒരു സ്റ്റെപ്പ്, ഈ കാണുന്നതാണ് എ പ്ലസ് ബി. അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യാണ്. 2a സ്ക്വയർ സി സ്ക്വയർ ആണ് ഈ എ സ്ക്വയർ സി സ്ക്വയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ 2b സ്ക്വയർ സി സ്ക്വയർ ആണ് ബി സ്ക്വയർ സി സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ 2d സ്ക്വയർ ബി സ്ക്വയർ ആണ് ഡി സ്ക്വയർ ബി സ്ക്വയർ ഡി സ്ക്വയർ ബി സ്ക്വയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ റീഅറേഞ്ച് ചെയ്യാണ്. എ സ്ക്വയർ ബി സ്ക്വയറും എ സ്ക്വയർ സി സ്ക്വയറും വരും. ഓക്കെ, ഇതിനെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാണ്? റീഅറേഞ്ച് ചെയ്യാണ്. എ സ്ക്വയർ ബി സ്ക്വയർ വരും, എ സ്ക്വയർ സി സ്ക്വയർ വരും, എ സ്ക്വയർ ഡി സ്ക്വയർ വരും. പിന്നെ ബി സ്ക്വയർ ബി സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ബി സ്ക്വയർ ഡി സ്ക്വയർ. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, റീഅറേഞ്ച് ചെയ്യുമ്പോൾ നോക്കുക, നമ്മൾ ആദ്യം എന്താണ്? ആദ്യം എ സ്ക്വയർ ഉള്ളിൽ അടുപ്പിച്ചെഴുതി, പിന്നെ ബി സ്ക്വയർ ഉള്ളിൽ അടുപ്പിച്ചെഴുതി, പിന്നെ എന്ത് ചെയ്തു? സി സ്ക്വയർ ഉള്ളിൽ അടുപ്പിച്ചെഴുതി. ആദ്യത്തേന് എ സ്ക്വയർ വെളിയിലെടുത്തു, രണ്ടാമത്തേന് ബി സ്ക്വയർ വെളിയിലെടുത്തു, പിന്നെ മൂന്നാമത്തേന് സി സ്ക്വയർ വെളിയിലെടുത്തു. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. കാരണം ആദ്യം എ സ്ക്വയർ ഉള്ളതിൽ അടുപ്പിച്ചെഴുതി, ഇവിടെ